ഹായ് ഹലോ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മെക്സ് മാളുണ്ട്. അപ്പോൾ ചെറിയ മോളുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് മക്കളെയും കൊണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പട്ടിയാലയിൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ള ഒരു 10-20 മിനിറ്റ് യാത്രയുള്ള കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ഓട്ടോ വിളിച്ചിട്ട് മക്കളെയും കൂട്ടിയിട്ട് അവിടെ പോയി. ഇപ്പോൾ ഓട്ടോയിൽ പോയപ്പോൾ തന്നെ ആൾക്കാർക്ക് നല്ല ഖുഷായി കേട്ടോ. അവർ നല്ല ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നേരെ നമ്മൾ മോളിൽ ചെന്നിട്ട് അവിടെ എല്ലാം ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മോൾക്ക് ഏതാണ്ട് ഒരു 3 വയസ്സായപ്പോഴാണ് ഞങ്ങൾ ലാസ്റ്റ് പോകുന്നത്. പിന്നെ ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു. മോൾക്ക് അന്നൊന്നും അറിയാറായില്ലല്ലോ. അപ്പോൾ ആളെയും കൊണ്ട് ഇന്നാളൊരു ദിവസം ഞാൻ അതുവഴി ഇങ്ങനെ പോയപ്പോൾ ഞാനും മോനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് ഇയാൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ പടോസിയും അവരെ 2 മക്കളും എല്ലാവരും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ ഇന്ന് മെക്സ് മാളിൽ പോയി. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ 2 ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വെയിലിൻ്റെ ചൂട് കൂടുന്നതനുസരിച്ച് ഞങ്ങളിങ്ങനെ മടി പിടിച്ചിട്ടിരുന്നായിരുന്നു. പക്ഷേ ഇന്ന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന മോളിൽ ചെന്നിട്ട് അവളുടെ ഗെയിം കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് സമാധാനം തരില്ല. നമ്മളെങ്ങ് നിൽക്കാനാണ് സമ്മതിക്കില്ല. ആൾ നേരെ കാടിക്കേടി അയാളുടെ ഗെയിം കാര്യങ്ങളെല്ലാം നോക്കി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അരമണിക്കൂറിൽ അവരുടെ സമയം കൊടുത്തേക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ അങ്ങനെ ഞങ്ങളതെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി. പിന്നെ കുട്ടികൾക്ക് കുറേ ബുക്സ് കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ പിള്ളേർ സെഷനിൽ ഞങ്ങൾ പോയിട്ട് ബുക്സുകൾ, കളറുകൾ, പെൻസിൽ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് എൻ്റെ കൂടെ വന്ന ആൾക്ക് കുറേ പാത്രം അതൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതും എല്ലാം വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുള്ള് റൗണ്ടൊന്നും അടിച്ചതിനകത്ത് കേട്ടോ. മക്കളെ എല്ലാം ഒന്ന് കൊണ്ട് കാണിച്ചു. മോളുടെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്കത് ഭയങ്കര കണ്ടപ്പം വേണമെന്ന് വാശി പിടിച്ചു. പിന്നെ ഒരു വിധത്തിൽ തപ്പിയെടുത്തുകൊണ്ടൊക്കെ പോരുന്നു. കുറേ ഡോളിൻ്റെ ഘോഷയാത്രയാണ് ഈ വീട്ടിൽ. പിന്നെ ഒരു ഡോൾ വേണ്ട. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇവിടെ നല്ല കളർ മിഠായി ഉണ്ടായിരുന്നു. 2-3 ഐറ്റംസ് ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. മോൾ എന്തൊക്കെയോ പറഞ്ഞു, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഇന്ന് കഴിക്കാനും കുടിക്കാനും കയറി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡൊക്കെ മേടിച്ചു, കഴിച്ചു. കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ യാത്രയാവാനുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ അവിടുന്ന് നേരെ ഞങ്ങൾ തിരിച്ചു കേട്ടോ. എന്നുവെച്ചാൽ ഏകദേശം ഞങ്ങൾ 10 മണിക്ക് പോയെങ്കിലും ഞങ്ങൾ 2 മണി വരെ അതിനകത്ത് നിന്നു. വന്ന് കിടന്ന് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. അടുത്ത വേഷം ഞങ്ങൾ എടുത്തിട്ടു. നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് നല്ല ടയർഡായിരുന്നു. അങ്ങനെ അടുത്ത ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനുള്ള പരിപാടിയാണ്. തൊട്ട് താഴെ വീട്ടിൽ ഞങ്ങൾക്ക് ചെറിയൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ മോൻ്റെ അപ്പോൾ അതും ഒക്കെ ഒന്ന് കൂടാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബർത്ത്ഡേക്കൊക്കെ കൂടി. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു. തൊട്ട് താഴെ ആയതുകൊണ്ട് പിന്നെ ടയർഡാണെന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം പിന്നെ അതിനും ഒന്ന് പോയിട്ട് വന്ന്. മക്കളും വേറെ ആരെയും വിളിച്ചില്ല കേട്ടോ. ഞങ്ങളെ ബ്ലോക്കിലുള്ള ഞങ്ങൾ 3-4 പേരേ ഉള്ളായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അവിടെയും ഫുഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അങ്ങനെ നേരെ തിരിച്ചു വന്നു. ഇന്നത്തെ കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. അപ്പം താങ്ക് യു സോ മച്ച്.